ഒന്നാം പ്രതിക്ക് പൾസർ സുനി മേജർ ആക്ട് ചെയ്ത അയാളാണ്, മറ്റുള്ളവർ നിരപരാധികളാണ്, ഞങ്ങൾ കൂട്ടുനിന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാമായിരുന്നു, കൊടുത്തില്ല. മറ്റു പ്രതികൾക്ക് അവർക്ക് 20 വർഷം കൂടെ കൊടുക്കാമായിരുന്നു. കാരണം കോടതി ഇടയ്ക്ക് ആ കേസിൻ്റെ അനാലിസിസ് നടത്തിയപ്പോൾ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ ഗാങ് റേപ്പ് ആ കൊടുക്കാൻ കാരണമാകുന്ന കുറ്റം ഒരാളാണ് യഥാർത്ഥത്തിൽ ഗാങ് റേപ്പ് ചെയ്തത്, മറ്റുള്ളവർ സഹായികളായി നിന്നതും അതിൻ്റെ ഫോട്ടോ എടുക്കുന്നതും അങ്ങനെ ചില കർമ്മങ്ങൾ അവർ ചെയ്തതായിട്ടാണ്. അവരാരും റേപ്പ് ചെയ്തില്ല എന്നുള്ള വാദഗതി കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് പൾസർ സുനിക്ക് കൊടുത്തിട്ട് മറ്റുള്ളവർ തീർച്ചയായിട്ടും അവർക്ക് 20 വർഷം കൊടുത്താൽ മതിയായിരുന്നു. കാരണം നമുക്കറിയാം ഈ കേസിനകത്ത് കോമൺ ഇൻറ്റൻഷൻ, കോമൺ ഓബ്ജക്റ്റ് അതൊക്കെ ഇവർ നേരത്തെ തീരുമാനിച്ചുറച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് 120B തീർച്ചയായിട്ടും അട്രാക്റ്റ് ചെയ്യും, ഗൂഢാലോചന അട്രാക്റ്റ് ചെയ്യും അവർ തമ്മിലുള്ളത്. അതെന്തായാലും തെളിഞ്ഞു വന്ന രീതിയിലാണ് കോടതി 20 വർഷം വെച്ച് ശിക്ഷിച്ചിരിക്കുന്നത്. പക്ഷേ ഒന്നാം പ്രതിക്ക് ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്.